ഏത് വാഹനം ഓടിക്കുന്ന ആളാണെങ്കിലും ശരി, നമുക്കിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ ക്രോസ് ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റും. മാരാരിക്കുളം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പൂപ്പള്ളി റെയിൽവേ ഗേറ്റിൽ ഒരു കാറിനെ ഇടിക്കുകയുണ്ടായി. അത് എന്നെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇടിച്ച് അതിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ, ഒരു വിദേശ ദമ്പതികൾ ഉൾപ്പെടെ 5 പേർ മരണപ്പെട്ടു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്. ഇത് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്ന ഒരു സാധനമേ അല്ല. നമസ്കാരം, ഞാൻ ജെ വേണുഗോപാൽ. 1986 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ജോലിക്ക് കയറി. 2022 ലോക്കോ പൈലറ്റ് എക്സ്പ്രസ് ആയിട്ട് റിട്ടയറായി. ഏകദേശം 36 വർഷത്തോളം ഇന്ത്യൻ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ലോക്കോ പൈലറ്റായിട്ട് ട്രെയിൻ ഓടിച്ചു. എൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ സർവീസ് ജീവിതത്തിൽ, ഈ എന്തോ ഒരു നിമിത്തം എന്ന് പറയുന്നത് പോലെ ധാരാളം അവിചാരിതവും അപ്രതീക്ഷിതവുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ പലതും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള കുറേയധികം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ കുറേ നല്ല മനുഷ്യരും. കാരണം ധാരാളം ആളുകളാണ് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ചിട്ട് കമ്മ്യൂട്ടേഴ്സായിട്ട് ഈ ഗതാഗതം അനുഭവിച്ച് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഗതാഗതം കൊണ്ടുപോകുന്ന ധാരാളം ജനങ്ങളുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ്, അതായത് ഏറ്റവും കുറച്ച് ചിലവ് മാത്രം വരുന്ന ഒരു ഗതാഗത ഉപാധിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പതുക്കെ അതിന് മാറ്റം വരുന്നുണ്ട്, അതൊരു മറ്റൊരു കാര്യം. കാരണം വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റെയിൽവേയുടെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഞാൻ കയറിയ സമയത്തൊന്നും അങ്ങനെയല്ല. എത്രമാത്രം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി തന്നെയായിരുന്നു അത്. അപ്പോൾ പലതരം മനുഷ്യർ. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ അന്ന് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ മാത്രമല്ല ഇത് ഉപയോഗിക്കുക. ജനങ്ങളുടെ ഒരു വലിയ അതായത് കൃത്യതയോടുകൂടി നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്താവുന്ന ഒരു ഉപാധി കൂടെയായിരുന്നു. അതിന് കുറച്ച് അപവാദങ്ങളുണ്ട്. ട്രെയിൻ ലേറ്റാവുന്നു എന്നുള്ളതിനെപ്പറ്റി വളരെയധികം വിമർശിക്കുന്നവരുണ്ട്, ട്രോളുന്നവരുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, റെയിൽവേ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗതാഗതമാണ്. ഇപ്പോൾ റോഡ് ഗതാഗതം എന്ന് പറയുന്നതിന് ഒരു പൊതുവായിട്ടുള്ളൊരു സിസ്റ്റമില്ല. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ അതിനൊരു സിസ്റ്റം ഓഫ് വർക്കിംഗ് ഉണ്ട്, ഒരു പ്രത്യേക റൂട്ടുണ്ട്, അതിന് പ്രത്യേക ഇതുണ്ട്. തന്നെയല്ല, ഒരൊറ്റ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ധാരാളം ആളുകളെ, അതായത് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്നൊരു വാഹനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കപ്പലോ ഒക്കെ ആയിരിക്കും, ഷിപ്പൊക്കെ ആയിരിക്കും അതിനൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം അത്രയധികം ആളുകളെ ഉൾക്കൊള്ളിച്ചു പോകുന്ന ഒരു ഗതാഗത ഉപാധി ആയതുകൊണ്ട് തന്നെ ധാരാളം മനുഷ്യരുമായിട്ട് നമ്മൾ കണ്ടുമുട്ടാനുള്ളൊരു ഇതുണ്ടാകുന്നുണ്ട്. ധാരാളം തരം മനുഷ്യർ. അതിനകത്ത് ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ടാവും. ഒരു പടി കൂടെ കടന്ന് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടാവും. സ്വകാര്യ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുണ്ടാകും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സീസൺ ടിക്കറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ അവർക്ക് ഡെസ്റ്റിനേഷനിലെത്തുകയും ജോലി ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്ന ശമ്പളം ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടാകും. അതുകൂടാതെ ഒരു പടി കൂടെ കടന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ വിരാജിക്കുന്ന
വലിയ ആൾക്കാർ, വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ധനികരുണ്ടാവാം, ബിസിനസ്മാന്മാരുണ്ടാവാം. അങ്ങനെ ഈ ജനങ്ങളുടെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു യാത്ര ഉപാധിയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറയാൻ കാര്യം, റെയിൽവേ എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിലും ഒരു ലക്ഷറി യാത്രാ ഉപാധിയാണ്. നമ്മളെപ്പോലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് കുറഞ്ഞ ചിലവിൽ ആളുകളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ള ഒരു രീതി പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ നാനാ വിധത്തിലുള്ള നാനാ ജോലികളിൽ ഏർപ്പെടുന്ന പല രീതിയിലുള്ള ആളുകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല മുഖങ്ങളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടേണ്ടി വരുന്നുണ്ട് ആ സമയത്ത്. ജീവിതത്തിൻ്റെ മുഖമെന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൽ വളരെ പരാജയപ്പെടുന്നവരുടെ കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരുന്നുണ്ട്. അതുകൂടാതെ വളരെയധികം ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടാതെ പരിക്ക് പറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ ഡിസാസ്റ്റേഴ്സ്. കാരണം വലിയൊരു സിസ്റ്റം ആകുമ്പോൾ തന്നെ ഫ്രീക്വൻ്റായിട്ട് ധാരാളം ട്രെയിൻ ഓടിക്കുമ്പോൾ തന്നെ അതിനകത്ത് പിഴവുകൾ വരാം. ആ പിഴവുകൾ ഒരുപക്ഷെ മനുഷ്യനുണ്ടാക്കുന്നതാവാം, മെഷീൻ ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ആവാം. എന്തായാലും ആ പിഴവുകൾ ചിലപ്പോഴൊക്കെ ഒരു വലിയൊരു അപകടത്തിലേക്കും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ദുരന്തങ്ങളിലേക്കും മാറാറുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ ആ സമയത്ത് ഞങ്ങൾ 1-2 ജീവനക്കാർ മാത്രമേ അതുമായിട്ട് നേരിടേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവുകയുള്ളൂ. ആ സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരെ അറിയിക്കാനില്ലാതിരുന്ന, ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഞാനൊക്കെ കയറിയ സമയത്തൊന്നും അങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ മോശമായിരുന്നു. ഫോൺ എന്ന് പറയുന്നത് വലിയൊരു ലക്ഷറി ആയിരുന്നു. അത് തന്നെ മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. റെയിൽവേയുടെ ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ വളരെ മോശം രീതിയിലായിരുന്നു. പലപ്പോഴും സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൂരങ്ങളോളം നടന്ന് അല്ലെങ്കിൽ ഓടി ഒരു റെയിൽവേ ലെവൽ ക്രോസ് ഗേറ്റിലെത്തി അവിടുത്തെ മാഗ്നറ്റോ ഫോൺ എന്ന് പറയുന്ന വളരെ അതിപുരാതനമായിട്ടുള്ള ഒരു ഫോണിലൂടെ ബന്ധപ്പെടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ 2-3 പേരെ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ TTEs എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ അറിഞ്ഞുപോലും ഉണ്ടാവില്ല. അപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന ആളും അസിസ്റ്റൻ്റ് ഡ്രൈവറും, അന്നൊക്കെ അങ്ങനെ ഡ്രൈവർ എന്നുള്ളതായിരുന്നു. ഈ അടുത്ത കാലത്താണ് ലോക്കോ പൈലറ്റ് എന്നുള്ള ഒരു നാമകരണം ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരും, പിന്നെ ഏറ്റവും പുറകിൽ ഏകനായിട്ട് അതിന് ജോലി ചെയ്യുന്ന ഗാർഡ് എന്ന് പറയുന്ന ആ തസ്തികയിലുള്ള ആളും മാത്രമായിരിക്കും ഉണ്ടാവും. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും പലപ്പോഴും ഈ ഒരു ദുരന്തത്തെ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കുറച്ച് സംഭവങ്ങൾ എൻ്റെ സർവീസ് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും മറക്കാനാവാത്തതും ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളതും എപ്പോഴും വേട്ടയാടുന്നതും ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മാരാരിക്കുളം സ്റ്റേഷനടുത്തുള്ള ഒരു ലെവൽ ക്രോസ് ഗേറ്റിലുണ്ടായ ഒരു ആക്സിഡൻ്റാണ്. അന്ന് ഞാൻ ചെന്നൈ ആലപ്പി എക്സ്പ്രസ്സിൽ ലോക്കോ പൈലറ്റായിട്ട് ജോലി ചെയ്തു. ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിനെ അതിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണത്. ചെന്നൈ ആലപ്പി എക്സ്പ്രസ് മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ആലപ്പുഴ ലൈനുകൾ, തീരദേശ ലൈനുകളിലൊക്കെ ധാരാളം അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളുണ്ട്. റെയിൽവേക്ക് അന്ന് അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകൾ തുറന്നു കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിലോ ഒന്നും ഒരു ആശങ്കയോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലമാണ്. ഇപ്പോഴതൊക്കെ മാറി. അപ്പോൾ ഈ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിങ്ങിൽ നമ്മളൊരു ഭാഗ്യത്തിന് വിട്ടുകൊടുത്താണ് അവിടെ വണ്ടി ഓടിക്കുന്നത്. അതിലെ കൂടെ കടന്നു പോകുന്ന റോഡ് വെഹിക്കിൾസും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി അത്ര ബോധവാന്മാരല്ലായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ആ വരവൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നാറുള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ലോക്കോ പൈലറ്റിനും ഓരോ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലേക്ക് അടുക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഉണ്ടാവുക. കാരണം ഏത് നിമിഷമാണ്
ഒരു വാഹനം അതുവഴി കടന്നു വരുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഏത് വാഹനം ഓടിക്കുന്ന ആളാണെങ്കിലും ശരി, നമുക്കിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്. ഇത് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്ന ഒരു സാധനമേ അല്ലത്. ബ്രേക്ക് പിടിക്കും, പക്ഷെ ആ ബ്രേക്ക് പിടിക്കുന്നത് എന്തോ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ വണ്ടി അവിടെ നിൽക്കാൻ പോകുന്നില്ല. വണ്ടിയുടെ സ്പീഡ് പോലും കുറയണമെങ്കിൽ ഒരു 100 മീറ്ററെങ്കിലും പോയതിന് ശേഷം മാത്രമേ ആ ബ്രേക്ക് ആപ്ലിക്കേഷനിലൂടെ ആ ട്രെയിനിൻ്റെ വേഗതയെങ്കിലും കുറയുകയുള്ളൂ. അപ്പോൾ പിന്നെ നിൽക്കുന്ന കാര്യം തീർച്ചയായും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഒരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിൽ, ആളില്ലാത്ത ലെവൽ ക്രോസ് ഗേറ്റിൽ ഒരു വാഹനം പെട്ടെന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ഇടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. ഇടിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ മാരാരിക്കുളം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പൂപ്പള്ളിക്കാവ് അമ്പലത്തിന് സമീപമുള്ള പൂപ്പള്ളി റെയിൽവേ ഗേറ്റിൽ ഒരു കാറിനെ ഇടിക്കുകയുണ്ടായി. ഇടിച്ച് അതിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ, ഒരു വിദേശ ദമ്പതികൾ ഉൾപ്പെടെ 5 പേർ മരണപ്പെട്ടു. അത് എന്നെ മനസ്സിനെ വല്ലാതൊരു ഹോണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോഴും അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റെയിൽവേയുടെ തന്നെ ഒരു ചെറിയ പിഴവുണ്ട് അതിനകത്ത്. അതിനുശേഷം റെയിൽവേ ഉണർന്ന് പ്രവർത്തിച്ചു. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണെന്ന് തോന്നുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ എല്ലാ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളും തീരദേശ റെയിൽവേയിലെ മാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ അണ്ടർപാസ് നിർമ്മിക്കുകയോ ചെയ്തു. ഇത് ഇവിടെ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം ധാരാളം അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളിൽ ട്രെയിൻ ഇടിച്ച ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിചിന്തനം റെയിൽവേ നടത്തി, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരുകൾ നടത്തി എന്ന് വേണം കരുതാൻ. കാരണം അതിനുശേഷം ഇപ്പോൾ ആൾമോസ്റ്റ് 0 അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് എന്നുള്ള രീതിയിലേക്ക് റെയിൽവേ മാറി. ചുരുക്കം ചില ഈ ഹെറിറ്റേജ് റെയിൽവേ ലൈനുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ബാക്കി എല്ലായിടത്തും അത് മാറ്റി. പിന്നെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയിൽവേയിലെ ജോലി എന്ന് പറയുന്നതിന് 2 രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മറ്റ് പല മേഖലകളിലുള്ള ആൾക്കാർ. കാരണം പല ജോലിക്കും ഇതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇതുമാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതന്നെയല്ല, നിങ്ങൾക്ക് ധാരാളം സാലറി കിട്ടുന്നില്ലേ, പിന്നെ അല്പം ബുദ്ധിമുട്ടിയാൽ എന്താ? ഇതിലും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സത്യമാണ്. ഇതിലും ഏറെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ ജനങ്ങൾ അതിനകത്ത് ഒത്തിരി ജോലി, കഷ്ടപ്പാടുകൾ നിറഞ്ഞ, ദുരിതങ്ങൾ പേറുന്ന ജോലികളിലൊക്കെ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, എൻ്റെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകളെ 2 രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നാച്ചുറലായിട്ട് ഈ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് നൈറ്റ് ഡ്യൂട്ടി, അതുപോലെ തന്നെ മഴ, വെയിൽ, അതുപോലുള്ള കാര്യങ്ങളെ ഒന്നും നമ്മളെ ബാധിക്കാതെ എല്ലാ സമയത്തും ജോലിക്ക് പോവുക, സമയ നിയന്ത്രണം, സമയത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്. ഒരാൾ ഇല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തല്ലേ പറ്റൂ. അതിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇത് കൂടുതൽ ദുഷ്കരമാക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഈ ലോക്കോ പൈലറ്റുമാർക്ക് വിശ്രമമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ശരി, എത്ര കഠിനമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ശരി, 6 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം വിശ്രമിക്കാറുണ്ട്. അത് ലോകത്തെവിടെയുള്ള ഒരു നിയമമാണ്. അതല്ലെങ്കിൽ അതെല്ലാവരും അനുവർത്തിച്ചു പോകുന്നതാണ്. ഏതിപ്പോൾ ഒരു പെട്ടിക്കട നടത്തുന്ന ആളാണെങ്കിൽ ശരി, ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് എവിടെയെങ്കിലും സൗകര്യം ഉള്ള ഒരു ദിവസം അത് അടച്ചിടും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് മാത്രം എന്തുകൊണ്ടാണ് അധികൃതർ
ആഴ്ചയിൽ ഒരു ദിവസം ഒരു വിശ്രമ ദിനം, അതായത് 24 മണിക്കൂർ വിശ്രമിക്കുക, അതിനോടൊപ്പം തന്നെ 16 മണിക്കൂറും ചേർന്ന്. അങ്ങനെയാണ്. കാരണം ശനിയാഴ്ച രാത്രി വൈകുന്നേരം ജോലി ചെയ്ത് തീർക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച മുഴുവൻ റെസ്റ്റ് എടുത്തു. പിന്നെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കാണ് അദ്ദേഹം ജോലിക്ക് കയറുക. അതുപോലെ ഒരു വിശ്രമം റെയിൽവേ അധികൃതർ ഈ ലോക്കോ പൈലറ്റുമാർക്ക് കൊടുക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്തെ കഷ്ടപ്പാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റ് പല മേഖലകളിലും വർക്ക് ചെയ്യുന്നതിൽ ഇതും കഷ്ടപ്പാടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അവർക്ക് ഒരു ദിവസം വിശ്രമ ദിനം കൊടുക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന ദുരന്തങ്ങളും അതുപോലെയുള്ള മനുഷ്യരുടെ കണ്ണീരും ചോരയും രക്തവും മാംസവും ഒക്കെ കൂടുതൽ മനസ്സിലിട്ട് അയവർക്കുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തായാലും അതൊരു വല്ലാത്ത നിയമം തന്നെയാണ്. ആ നിയമം മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.